ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോ ഹോണ്ട പാഷൻ പ്രോ വണ്ടി റണ്ണിങ്ങിൽ ഓഫായി പോയ കംപ്ലൈൻ്റ് ആണ്. അത് കൂടാതെ കൊണ്ട് വണ്ടി ടെസ്റ്റ് വർക്കിൻ്റെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. റീടെസ്റ്റിൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഓഫായി പോയ കംപ്ലൈൻറ്റ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് കിക്കറൊക്കെ അടിച്ച് നോക്കുമ്പോൾ കിക്കർ താഴുന്നില്ല, നല്ല രീതിയിൽ ടൈറ്റായിട്ട് വരുന്നുണ്ടാകും. അപ്പോൾ അത് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗത്താണ് കംപ്ലൈൻറ്റ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. നമ്മൾ ആ ഭാഗം അഴിച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഭാഗങ്ങൾ അഴിച്ചായിരുന്നു, സിലിണ്ടർ ഹെഡ് അഴിച്ചു. അപ്പോൾ അതിനകത്ത് സംഭവിച്ചയുടെ ദിവസം എന്ന് വെച്ചാൽ ഈ ഹെഡിനകത്ത് വരുന്ന വാൽവ് ഒടിഞ്ഞു പോയി. വാൽവ് ഒടിഞ്ഞിട്ട് പിസ്റ്റണിൻ്റെ ഉള്ളിൽ വന്നിട്ട് ലോഡായി. പിസ്റ്റണിൻ്റെ അവിടെ ലോഡായിട്ട് പിസ്റ്റൺ അടക്കം പൊട്ടിപ്പോയാണ് ഈ കാണുന്നുണ്ട്. പിസ്റ്റൺ ശരിക്കും ഓട്ടയായി പോയി നിലയിൽ. ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നത്. അപ്പോൾ അത് സംഭവം ഇപ്പോൾ ഈ രണ്ട് വാൽവ് നമുക്ക് എന്തെങ്കിലും മാറും. വാൽവും ഈ ഹെഡിൻ്റെ സീറ്റിംഗ് അടക്കം പോയേക്കാം. ഈ ഹെഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ ഹെഡ് അടക്കം മാറ്റിയാലാണ് നമുക്ക് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ ഹെഡ് നമുക്കിപ്പോൾ എന്തെങ്കിലും നമുക്ക് പെയിൻറ്റിങ് ഒക്കെ ഉള്ളത് കൊണ്ട് ഈ ഹെഡ് നമുക്ക് സെക്കൻഡ് ഒരെണ്ണം മേടിച്ചിട്ട് വാൽവ് മാത്രം മാറ്റി പുതിയതിട്ട് അതിൻ്റെ ഗൈഡൊക്കെ മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്തെടുക്കാം. പിന്നെ പെയിൻറ്റ് ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ കൂടെ റെഡി ആയി പോക്കോളും, കുഴപ്പമൊന്നുമില്ല. കാരണം പുതിയത് വരുമ്പോൾ എനിക്ക് ഏകദേശം ഒരു 3000 ചില്ലാൻ രൂപ ഈ ഹെഡിന് മാത്രം വരും. വാൽവൊക്കെ അതിനകത്ത് ഉൾപ്പെടുന്നതല്ല, അത് അതിന് പുറമെ വന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് നമുക്ക് ഹെഡിൻ്റെ ഭാഗം ഒരു സെക്കൻഡ് ഒരെണ്ണം മേടിച്ചാലും കുഴപ്പമൊന്നുമില്ല, നമുക്കത് ക്ലിയറായിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും. പിസ്റ്റൺ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് മാറ്റിയിടേണ്ടതായിട്ട് വരും. പിസ്റ്റൺ ഓൾറെഡി ഫുൾ ഓട്ടയായി പോയി. അതിനേക്കാളും ഒരു സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോഴായാലും സിലിണ്ടറിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രാച്ചസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്, നല്ല വരപ്പെട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കേട്ടോ. അപ്പോൾ ഓയിലിൻ്റെ ലെവൽ കുറവോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ ക്രാങ്കിൻ്റെ കണക്ടർ റോഡിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു, അത് വലിയ പ്രോബ്ലം കാണണില്ല. പക്ഷേ ഈ വണ്ടിക്ക് മുമ്പ് എങ്ങനെയാണ് എൻ്റെ വർക്കുകൾ എങ്ങനെയാണ് ചെയ്തേക്കണേന്ന് നമുക്കൊരു ഹിസ്റ്ററി അറിയാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ ഈ കാണുന്ന ഭാഗം എൻജിൻ ഹെഡിൻ്റെമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തെങ്കിലും വർക്ക് കംപ്ലയിൻറ്റ് ഉണ്ടോ എന്നുള്ള നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു നോക്കാനൊന്നും പറ്റിയിട്ടില്ല. കാരണം ഓൾറെഡി വണ്ടി സ്റ്റാർട്ട് ആവാത്തൊരു കണ്ടീഷനാണ്. അപ്പോൾ എൻജിൻ വർക്കായിട്ട് ഈ ഇടയ്ക്കൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, മെയിനായിട്ട് ഉള്ള വർക്കുകളൊന്നും കാര്യമായിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു സജഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് എൻജിൻ വർക്ക് ചെയ്തു പോകണമായിരിക്കും കുറേ കൂടി ബെറ്റർ. കാരണം എന്ന് വെച്ചാൽ ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ അവസ്ഥയൊന്നും നമുക്ക് അറിയില്ല. അങ്ങനെ പുറമേ നോക്കുമ്പോൾ ചെറിയൊരു പ്ലേ കാണിക്കുള്ളൂ. ഇവിടെ നോക്കുമ്പോൾ അറിയാൻ പറ്റും നമുക്ക് ചെറിയൊരു പ്ലേ ഉണ്ട്. അതല്ലാതെ കൊണ്ട് മേജറായിട്ടുള്ള പ്രോബ്ലം നമുക്ക് പുറമേന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് കറക്റ്റ് നമുക്ക് സർവീസ് ഹിസ്റ്ററി അറിഞ്ഞാലാണ്, എങ്ങനെയാണ് വണ്ടിയുടെ വർക്കുകൾ മെയിൻറ്റെയിൻ ചെയ്തേണ്ടതെന്ന് അറിഞ്ഞാലാണ് നമുക്കത് പറയാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് ഫുള്ളായിട്ട് എൻജിൻ വർക്കായിട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും സെഡ് പുതിയ ഒരു എൻജിൻ്റെ അതേ രീതിയിലേക്ക് തന്നെ നമുക്കത് വർക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിനേക്കാളും ഉപരി നമുക്ക് അതിനകത്തും അഡീഷണൽ മാറ്റേണ്ടി പറയും. ഈ ഹെഡ് അസംബ്ലി മാത്രമാണ് നമുക്ക് മാറ്റേണ്ടതായിട്ട് വരുള്ളൂ. ഹെഡ് അസംബ്ലി മാറ്റേണ്ടി വരുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ വാൽവ് ഇതിൻ്റെ ഉള്ളിൽ ഒടിഞ്ഞു പോയിട്ടുണ്ട്. തന്നെയല്ല ഈ എക്സോസ്റ്റ് വാൽവ് ബെൻഡായിട്ട് ഈ ഇൻലെറ്റ് വാൽവ് ഒടിഞ്ഞിട്ട് എക്സോസ്റ്റ് വാൽവിൻ്റെ ഈ ഗ്യാപ്പിലിടയിൽ കയറി. അപ്പോൾ അത് ബെൻഡായി ഹെഡിൻ്റെ സീറ്റിംഗ് അടക്കം പോയേക്കാണ്. അതുകൊണ്ടാണ് ഈ ഹെഡ് മാറ്റേണ്ടി വരുന്നത് കേട്ടോ. സാധാരണ രീതിയിലൊന്നും നമുക്ക് ഹെഡ് മാറ്റേണ്ടി വരുന്ന കേസ് ഉണ്ടാവാറില്ല. ഇത് ബൈ ചാൻസ് ഇത് എന്താ പറ്റിയേക്കണേന്ന് ഒരു ഐഡിയ ഇല്ല. കാരണം വാൽവ് ഒടിഞ്ഞു പോകുന്നേക്കണ സിറ്റുവേഷനിൽ കാണാം, മൊത്തത്തിൽ ഒടിഞ്ഞു പോയേക്കാണ്. അതേപോലെ എഞ്ചിൻ ഓയിൽ ലെവൽ കുറവോ കാര്യങ്ങളൊന്നും ഉണ്ടാവും. ഓയിലൊക്കെ ഉണ്ടായിരുന്നു, എന്താ സംഭവിച്ചതിന് കൃത്യമായിട്ട് നമുക്കൊരു ഐഡിയ കിട്ടുള്ളതാണ്. കാരണം ഞാൻ വാൽവ് ടൈറ്റായി പോയതാണോ, ടൈറ്റ് ആയാലും സ്വാഭാവികമായിട്ടും നല്ലോണം പഴുത്തിരിക്കുന്ന സമയത്ത് ടൈറ്റ് ആയേക്കണതാവാം, അങ്ങനെ എന്തെങ്കിലും വന്നേക്കണതായിരിക്കണം. വണ്ടിയുടെ ഇപ്പോൾ നിലവിൽ നമുക്ക് ഫുൾ എൻജിൻ വർക്കായിട്ട് ചെയ്യണമായിരിക്കും കുറേ കൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം അതാകുമ്പോൾ നമുക്ക് ഗ്യാരണ്ടിയിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പക്ഷേ പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ വണ്ടിയുടെ എൻജിൻ കേസിനൊക്കെ പശയിട്ടേക്കണൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തേക്കണേന്നുള്ള ഹിസ്റ്ററി ഓൾറെഡി കസ്റ്റമർക്ക് അറിയുള്ളൂ. അതും പ്രകാരം അതിൻ്റെ ഉൾഭാഗം ചെയ്തേക്കണമെങ്കിൽ പിന്നെ നമുക്കത് ചെയ്യണമെന്നില്ല. ഈ അടുത്തൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഭാഗം കൂടിയും എൻജിനടക്കം ക്ലീൻ ചെയ്ത് അതിൻ്റെ ഡാമേജുള്ള ഭാഗങ്ങളും അഴിച്ചു നോക്കി അതിൻ്റെ ഫുൾ കംപ്ലീറ്റ് വർക്ക് ചെയ്തു പോകണമായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. കാരണം ഗിയർ ബോക്സിൻ്റെ ബെയറിങ്ങുകൾ, ക്ലച്ച് ഡിസ്ക്, ക്യാം ചെയിൻ തുടങ്ങിയിട്ട് എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് ഡാമേജുള്ള ഭാഗങ്ങൾ മാറ്റി പുതിയത് സെറ്റ് ചെയ്ത് പോകണമായിരിക്കും നല്ലത്. എന്തായാലും നമുക്ക് പൈസ ചിലവുണ്ട്, അപ്പോൾ അത് രീതിയിൽ തന്നെ ക്ലിയർ ചെയ്ത് പോകണമായിരിക്കും നല്ലത്. അതിനേക്കാളും ഉപരി നമുക്ക് വണ്ടിയുടെ പെയിൻറ്റിങ്, ടെസ്റ്റ് വർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്ക് അതിന് കുറേ പാർട്സുകളൊക്കെ ഡാമേജ് ഉണ്ട്. ഒന്ന് ഓൾറെഡി നമുക്ക് ഫ്രണ്ട് മൺകാടൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്, പാർട്സുകളായിട്ട് നമുക്ക് മാറ്റേണ്ടി വരുന്നുണ്ട്. പിന്നെ കോൺസെപ്റ്റ് കംപ്ലയിൻ്റ് ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗം നമുക്കൊന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഞാൻ അലൈൻമെൻറ്റിൽ വേരിയേഷൻ എന്തെങ്കിലും തോന്നുന്നു, അത് നമുക്ക് അഴിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലാണ് വല്ല ബെൻഡോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമുക്കൊന്ന് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഓൾറെഡി സൈഡ് സ്റ്റാൻഡൊക്കെ കംപ്ലയിൻ്റ് ഉണ്ട്, ഫുഡ് ട്രസ്റ്റുകളെല്ലാം തന്നെ കംപ്ലയിൻ്റ് ഉണ്ട്, ഫുഡ് ട്രസ്റ്റ് ബ്രാക്കറ്റ് കംപ്ലയിൻ്റ് ഉണ്ട്, ചെയിൻ കവറുകൾ പോയേക്കുണ്ട്.
പിന്നെ ചേസിൻ്റെ ഉള്ളിൽ ഈ ടാങ്ക് പിടിപ്പിക്കുന്ന ഭാഗമൊക്കെ ടാങ്കൊക്കെ വളരെ ഫ്രീ ആയിട്ടിരിക്കും. കാരണം അതിൻ്റെ ഉള്ളിൽ ചേസ് വെൽഡിംഗ് ഒക്കെ വിട്ടുപോയേക്കാണ്. ചേസിൻ്റെ ഭാഗമൊക്കെ ആ വെൽഡിങ് വിട്ട് കിടക്കാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വെൽഡ് ചെയ്തെടുക്കാനുണ്ട്. അങ്ങനെ അത്യാവശ്യം മെയിൻ്റനൻസുകളുണ്ട്. കീസെറ്റ് കംപ്ലയിൻറ്റ്, ഇൻഡിക്കേറ്ററുകൾ പിടിപ്പിക്കാനുണ്ട്. അപ്പോൾ അത്യാവശ്യം മെയിൻ്റനൻസുകളുണ്ട്. അപ്പോൾ ഒന്ന് വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നോക്കിയിട്ടൊന്ന് പറയാം. അതായത് എൻജിൻ സംബന്ധമായിട്ട് എന്തെങ്കിലും വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ആ ഹിസ്റ്ററി അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൂടി അറിഞ്ഞാലാണ് നമുക്ക് അതനുസരിച്ച് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കാനായിട്ട് പറ്റുള്ളൂ. എത്ര വരും എന്നുള്ള കേസ് നോക്കിയിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് വീഡിയോസ് വാട്സപ്പിലേക്ക് നമുക്ക് ഇട്ട് തരാം. അപ്പോൾ അതും പ്രകാരം വെച്ച് നോക്കിയിട്ട് നമുക്ക് ഏകദേശം ഒരു ധാരണയിൽ വേണം വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ വീഡിയോ കാണാം, കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് വിളിക്കാനായിട്ട് മറക്കരുത്. എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ വാട്സപ്പിൽ തന്നെ ഡീറ്റെയിൽ ചെയ്തേക്കാം. ഓക്കെ.